ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഏകദേശം എന്തായാലും രാം ചരന്റെ നിക്കർ കീറിയ വരുവാണ്. ബിക്കോസ് ആരും ഇല്ല. 8 നില പൊട്ടിയിട്ടുണ്ട്. ഇത് ബിഗ് ബഡ്ജറ്റ് സിനിമ 450 കോടി എന്താണെന്ന് മുടക്കിയിട്ടാണ്. ഒരു പാട്ടിന് വേണ്ടി മാത്രം 75 കോടി. ശങ്കർ സാർ എന്ന് പറഞ്ഞ ഒരു നല്ല ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ജെന്റിൽമാൻ, പിന്നെ മുതൽവൻ, അന്യൻ, ഒരുപാട് സിനിമകൾ, അതിന് റോബോ. അപ്പം അങ്ങനത്തെ ഒരാൾ ഇത്രയും അധപ്പതിക്കുമെന്നാണ്. ഇന്ത്യൻ 2 തന്നെ ഇറങ്ങിയപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല എടുക്കേണ്ടത്. കാണികളുടെ ഒരു റേഞ്ച് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിലും മര്യാദയ്ക്ക് ചെയ്തുകൂടെ. രാം ചരനാണെങ്കിൽ അല്ലു അർജുനെ തോപ്പിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ പോയി അഭിനയിച്ചത്. എനിവേ ശങ്കർ സാർ ഇനിയും കുറച്ച് മനസ്സിലാക്കുക, കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ന്യൂ ജനറേഷന് പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റോട്ട് വരിക. ആരെങ്കിലും പഴയ പരിപാടിയൊന്നും ഇനി നടക്കത്തില്ല. ജെന്റിൽമാൻ്റെ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഓടിപ്പോയി. ഇപ്പോഴും കണ്ടാൽ മടുക്കത്തില്ല സിനിമകളൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സിനിമകളും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിൽ കാര്യങ്ങൾ ചെയ്താൽ ഓടും. അല്ലാതെ ഒരു 100 കോടി എടുത്തിട്ട് 10 സിനിമ നിർമ്മിക്കാനുള്ള പൈസ കൊണ്ടൊന്നും പാട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടൻറ് ഉണ്ടാവും. എനിവേ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വരിക. ഞാൻ കണ്ടു ഒരു വായിക്ക് കൊള്ളത്തില്ല. ഓക്കെ, ഗെയിം ചേഞ്ചർ. എന്നാൽ രാം ചരണ് എന്തായാലും നാണക്കേട് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സംവിധായകൻ്റെ കൂടെ അഭിനയിച്ചിട്ട് 8 നില പൊട്ടിയെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആകെ നാണക്കേടായിട്ടുണ്ട്. എനിവേ ശങ്കർ സാർ ഇനിയെങ്കിലും കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ചിന്തിച്ച് വരിക. ഷെയർ ദിസ് വീഡിയോ.